കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 47-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 47-ാം സങ്കീർത്തനം. ദൈവം സർവ്വഭൂമിക്കും രാജാവാണ് എന്നുള്ള രീതിയിലാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതിൽ നമ്മൾ വായിച്ച വാക്യം ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച 47-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു. അല്ലേ, നമ്മുടെ അവകാശം. അപ്പം നമുക്ക് ലഭ്യമാകേണ്ട, ഇപ്പം എനിക്കോ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കകത്തോ ലഭ്യമാകേണ്ട അവകാശം മാത്രമേ നമ്മളിലേക്ക് വരാകൂ. അല്ലേ, എന്നിലേക്ക് വരേണ്ടത് എന്നിലേക്ക് വരാകൂ എന്നതുപോലെ ഓരോരുത്തരിലേക്കും എത്തിച്ചേരേണ്ട അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ട്. മറ്റുള്ള ഒന്നിനെ ആഗ്രഹിക്കരുതെന്നാണല്ലേ. നമുക്കറിയാം, കൽപ്പനകൾ പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, അന്യൻ ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ഒന്നിനെയും പലതിനെയും കുറിച്ച് നമുക്ക് പരാമർശിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ പറയും നമുക്കുള്ള അവകാശത്തെ ദൈവം തിരഞ്ഞെടുത്ത് തന്നു. അപ്പം എന്തെങ്കിലും തന്നു എന്നുള്ളതല്ല, അതിനകത്തും ഒരു തിരഞ്ഞെടുപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. അല്ലേ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് നിങ്ങൾക്ക് ലഭ്യമാകേണ്ട അവകാശത്തെ ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് നൽകും. അപ്പോൾ എനിക്ക് അവകാശപ്പെട്ട എൻ്റെ സന്തോഷം, എൻ്റെ ആനന്ദം, എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ, ശുശ്രൂഷകൾ, അഭിഷേകം, ഭൗതിക നന്മ, കുടുംബം, തലമുറ, സാമ്പത്തിക മേഖല, സകലത്തിലും നമുക്ക് അവകാശപ്പെട്ട ഈ അനുഗ്രഹങ്ങൾ അത് നമ്മളിലേക്ക് തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേവിക്കുന്നത്. അടുത്ത്, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് ദൈവം തരുമ്പോൾ തന്നെ അതിനകത്തൊരു വാക്ക് അതിനകത്ത് നമ്മൾ വായിക്കുന്നത് താൻ സ്നേഹിച്ച. അപ്പോൾ ദൈവം സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ. അപ്പോൾ ഈ ശ്ലാഘ്യഭൂമി എന്ന് പറയുന്നതിനകത്ത് രണ്ട് വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് എക്സലൻസ് ഓഫ് ജാക്കബ് എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. അടുത്ത് ഗ്ലോറി ഓഫ് ജാക്കബ് എന്നും പറയുന്നു. അപ്പം യാക്കോബിൻ്റെ ശ്ലാഘ്യഭൂമി എന്ന് പറയുന്നത്, അപ്പം ഒന്നല്ലെങ്കിൽ ഒരു മഹത്വം, രണ്ട് എക്സലൻ്റ് ആയത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും സമൃദ്ധിയായത്, ഏറ്റവും നല്ലതിന് കർത്താവ് നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. അല്ലേ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക, എന്തെങ്കിലും സന്തോഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ആരോഗ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, സാമ്പത്തിക മേഖലകളുടെ ഏതെങ്കിലും ഒരു ഭാഗം, ശുശ്രൂഷകളുടെ ഏതെങ്കിലും ഒരു ഭാഗം, ഇത് അനുഭവിക്കണമെന്നല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിനകത്തുള്ളൊരു എക്സലൻസ് ഉണ്ട്, സന്തോഷത്തിൻ്റെ പരിപൂർണതകൾ, സാമ്പത്തിക മേഖലകളുടെ ശ്രേഷ്ഠതകൾ, കുടുംബജീവിതത്തിലാണെങ്കിൽ അങ്ങനെ, തലമുറയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ, ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായതിനെ ഒരു കടമ നിർവഹണം പോലെയല്ല, ഇല്ലെങ്കിൽ ഇന്നത് ഞാൻ നിനക്ക് തന്നു എന്ന് ദൈവം പറയുന്നതിലല്ല, ഏറ്റവും സമൃദ്ധമായതിനെ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ തരുന്നവനാണ് നമ്മുടെ ദൈവം. അത് ഏത് വിഷയത്തിലാണെങ്കിലും ദൈവം അങ്ങനെ നമുക്ക് ചെയ്തു തരുമെന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, സ്തോത്രം, എന്തെങ്കിലും ഒന്ന് തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തുകയല്ല ദൈവം, പകരം ഏറ്റവും ശ്രേഷ്ഠമായതിനെ തന്ന് നമ്മളെ സന്തോഷത്തിലാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താൽ ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.